നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജിയോഗ്രഫിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് റിവേഴ്സ് ബാരക്, ലോഹിത്, സുബൻസിരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലോസ് ത്രൂ അരുണാചൽ പ്രദേശ്? അരുണാചൽ പ്രദേശിലൂടെ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന റിവേഴ്സ് ബാരക്, ലോഹിത്, സുബൻസിരി എന്നിങ്ങനെയുള്ള റിവേഴ്സാണ്. ഇതിൽ ലോഹിത്തും സുബൻസിരിയും ഫ്ലോ ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 2 and 3 ആർ ട്രൂ എന്നുള്ള ആൻസറാണ് ഇതിൻ്റെ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 and 3 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 and 3 ഉള്ള എന്നുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇതിൽ ലോഹിത്, സുബൻസിരി എന്നിവയൊക്കെ അരുണാചൽ പ്രദേശിലൂടെയാണ് ഒഴുകുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബി ഓപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ദ ഫോളോയിങ് ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ ഇൻഡസ് ഫ്രം നോർത്ത് ടു സൗത്ത് എന്നാണ് ഈ ക്വസ്റ്റ്യനിലോട്ട് വരുന്നത്. അതായത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്ന രീതിയിൽ ഫോളോയിങ് റിവേഴ്സിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ ചെനാബ്, ജലം, രവി, സത്ലജ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 1, 4, 3 എന്നുള്ള ആൻസറാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അതായത് രവി, ജലം ആദ്യമായിട്ട് വരും, പിന്നെ വരുന്നത് ചെനാബാണ് വരുന്നത്, പിന്നെ വരുന്നത് രവിയാണ്. JCRS എന്നുള്ള ഓർഡറിൽ വരും. സത്ലജ് ലാസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നു. ഓക്കെ, ഈ ഓർഡറിലാണ് നോർത്ത് ടു സൗത്തിൽ ഇൻഡസ് നദി, അതായത് സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറി ലിസ്റ്റ് അല്ലെങ്കിൽ പോഷക നദികൾ ഒഴുകുന്ന ഓർഡർ അല്ലെങ്കിൽ അത് വരുന്ന ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡറിലാണ്. 4 എണ്ണം എടുക്കുമ്പോഴത്തേക്ക് ചലം, ചെനാബ്, രവി, സത്ലജ് എന്ന ഓർഡറിലാണ് നോർത്ത് ടു സൗത്തിലോട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതൊരു അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വന്നിട്ട് അസർഷൻ എന്ന് പറയുന്നത് ഗംഗ ഈസ് എ ഹൈലി പൊല്യൂട്ടഡ് റിവർ. റീസൺ എന്ന് കൊടുത്തിരിക്കുന്നത് ദ ഹോളിയർ ദ റിവർ ദ മോർ പൊല്യൂട്ടഡ് ഇറ്റ് ഈസ്. ഇത്രയുമാണ് വരുന്നത്. ഇത് ചുമ്മാ ഗസ് വർക്കിലൂടെ നമുക്ക് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗംഗയിലെ പൊല്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ അവെയറാണ് അല്ലേ, ഗംഗ നദി പൊല്യൂട്ടഡ് ആണ് എന്നുള്ള അവെയറാണ്. അതുകൊണ്ട് തന്നെ അസർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇത് വരുന്നത് ട്രൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അസർഷൻ ഈസ് ട്രൂ എന്നുള്ള ഓപ്ഷനിലോട്ട് നമ്മൾ വരുന്നുണ്ട്. റീസണായിട്ട് കൊടുത്തിരിക്കുന്നത് ദ ഹോളിയർ ദ റിവർ ദ മോർ പൊല്യൂട്ടഡ് ഇറ്റ് ഈസ്. അതായത് ഒരു റിവർ കൂടുതൽ പുണ്യനദി ആയിക്കഴിഞ്ഞാൽ അത്രത്തോളം പൊല്യൂട്ടഡ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഒരു നദി പുണ്യനദി ആയി എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ പൊല്യൂട്ടഡ് ആകണമെന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സം ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ തെറ്റ് അതിനകത്ത് വരുന്നുണ്ട്. റിവർ ഹോളി റിവർ അല്ലെങ്കിൽ പുണ്യനദി ആയതുകൊണ്ട് അത് പൊല്യൂട്ടഡ് ആകണമെന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. അപ്പോൾ ഗംഗ ഹൈലി പൊല്യൂട്ടഡ് റിവർ ട്രൂ ആണ്. ഒരു നദി ഹോളിയർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുണ്യനദി ആയിക്കഴിഞ്ഞാൽ അത് പൊല്യൂട്ടഡ് ആകുമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ഒന്നാമത്തത് ശരിയും രണ്ടാമത്തത് ഫാൾസും എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. ഗംഗ ഈസ് എ ഹൈലി പൊല്യൂട്ടഡ് റിവർ ട്രൂവും ദ ഹോളിയർ ദ റിവർ ദ മോർ പൊല്യൂട്ടഡ് ഇറ്റ് ഈസ് എന്നുള്ളത് ഫാൾസും. ഓക്കെ, അടുത്തത് യമുന ബിക്കംസ് എ ഡെഡ് റിവർ ബിറ്റ്വീൻ ഡൽഹി ആൻഡ് ആഗ്ര മോസ്റ്റ് ഓഫ് ദ ഇയർ. റീസൺ എന്ന് പറഞ്ഞ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് യമുന ഈസ് എ നോൺ പെർനിയൽ റിവർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അസർഷൻ റീസണിൽ അടുത്തത് വരുന്നത്. അതായത് ഓപ്ഷൻ എ പറയുന്നത് യമുന ഡൽഹിക്കും ആഗ്രയ്ക്കും ഇടയിൽ ഒരു ഡെഡ് റിവറായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഡൽഹിക്കും ആഗ്രയുടെ ഇടയിൽ ഡെഡ് റിവറായിട്ട് ഒഴുകാതെ നിൽക്കുന്നു എന്നുള്ള ഒഴുക്ക് നിലച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അസർഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിറ്റ്വീൻ ഡൽഹി ആൻഡ് ആഗ്ര യമുന റിവർ റിമെയിൻസ് സംവാട്ട് എന്താ പറയുന്നത് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള പോലെ ആ രീതിയിലാണ് പറയുന്നത്. ഒഴുക്കൊരു ഡിസ്കണ്ടിന്യൂസ് രീതിയിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ യമുന ഈസ് എ നോൺ പെർനിയൽ റിവർ എന്നാണ് റീസണിൽ പറയുന്നത്. അപ്പോൾ അസേർഷൻ എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് വരും. കാര്യം യമുന ഡൽഹിക്കും ആഗ്രയ്ക്കും ഇടയിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അപ്പോൾ അസേർഷൻ ഈസ് ട്രൂ. ഓക്കെ, റീസൺ എന്ന് പറഞ്ഞാൽ യമുന ഈസ് എ നോൺ പെർനിയൽ റിവർ. അതായത് പെർനിയൽ റിവർ എന്താണെന്ന് ആദ്യം പഠിക്കണം. പെരിനിയൽ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ ഫ്ലോ ഒഴുകുന്ന നദിയാണ് പെർനിയൽ റിവർ എന്ന് പറയുന്നത്. അപ്പോൾ യമുന ഈസ് എ നോൺ പെർനിയൽ റിവർ, അതായത് വർഷം മുഴുവൻ ഒഴുകുന്ന നദിയല്ല എന്നാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് അത് ശരിയായിട്ട് തോന്നും. പക്ഷേ
യമുന ഈസ് നോൺ പെർണിയൽ റിവർ എന്ന് പറയുന്നത് ശരിയല്ല. യമുന വർഷം മുഴുവൻ ഒഴുകുന്ന നദി തന്നെയാണ്. യമുന ഈസ് സംവാട്ട് എ പെർണിയൽ റിവർ തന്നെയായിട്ട് നമുക്ക് പറയേണ്ടി വരും. നോൺ പെർണിയൽ റിവർ എന്നുള്ള തെറ്റാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഡൽഹിക്കും ആഗ്രയുടെ ഇടയിൽ യമുന ഒരു ഡെഡ് റിവർ, ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്, തടസ്സപ്പെടുത്തി ഒഴുകുന്നത് എന്തുകൊണ്ടാണ്? ദ മെയിൻ റീസൺ ഈസ് ദാറ്റ് അതിനിടയിലുള്ള പൊല്യൂഷൻ ആണ് അതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, അതിൻ്റെ റീസൺ വരുന്നത് അതിൻ്റെ ഇടയിലുള്ള പൊല്യൂഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന വേസ്റ്റ് ആണ്. ഓക്കെ, വേസ്റ്റ് ആണ് അതിൻ്റെ മെയിൻ റീസണായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ ആർ, അതായത് റീസൺ, അസേർഷൻ റീസണിലെ റീസൺ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ വന്നു, അസേർഷൻ ട്രൂവും വന്നു, റീസൺ ഫാൾസും വന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് സി ആണ് വരുന്നത്. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. അടുത്ത നമുക്ക് നോക്കാം. ഇത് നമുക്ക് എലിമിനേഷനിലൂടെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ബൈ യൂസിങ് ദ കോഡ്സ് ഗീവൺ ബിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഇതാണ് ക്വസ്റ്റ്യൻ. ബിസ്ത് ദോആബ്, ബാരി ദോആബ്, രചന ദോആബ്, ചാജ് ദോആബ്, ഓരോ നദികൾക്കിടയിലുള്ള പ്രദേശമാണ്. ഏതൊക്കെ നദികൾക്കിടയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രവി ആൻഡ് ചിനാബ് ആണോ, രവി ആൻഡ് ബിയാസ് ആണോ, ബിയാസ് ആൻഡ് സത്ലജ് ആണോ, ചെനാബ് ആൻഡ് ചലമാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കി, ഓപ്ഷൻ സി എന്ന് നോക്കുക. ഓപ്ഷൻ സി നോക്കുമ്പോഴത്തേക്ക് അതിൽ രചന ദോആബ് അല്ലേ, രചന ദോആബ്, ആ ഒരു പേര് തന്നെ രചന, RA എന്നുള്ളത് വരുന്നുണ്ട്. ചിന എന്ന് പറയുമ്പോൾ ചിനാബ്, കണ്ടോ, RA ഫോർ രവി, RA എന്ന് പറഞ്ഞാൽ രവി, ചിന എന്ന് പറയുമ്പോൾ ചിനാബ്. ഓക്കെ, രവിയും ചിനാബും കൂടി ചേർന്നിട്ടാണ് രചന ദോആബ്. അത് ആ പേരിൽ തന്നെ, നമ്മളത് പഠിച്ചില്ലെങ്കിലും നമുക്കത് എലിമിനേഷനിലൂടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കി, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ രചന ദോആബ് രവിയും ചിനാബുമാണ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഏതാ ഉള്ളത്? രചന ദോആബ് രവിയും ചിനാബും ആണെന്ന് പറയുന്ന C1 വരുന്ന ഓപ്ഷൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്, ഓപ്ഷൻ A മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A തന്നെയാണ്. ബാക്കിയുള്ളതൊന്നും നമുക്ക് വായിച്ച് നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആൻസർ സോൾവിങ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ. മൈത്തോൺ പ്രൊജക്ട്, സലാൽ പ്രൊജക്ട്, രത്ന പ്രതാപ് സാഗർ പ്രൊജക്ട്, തെഹരി പ്രൊജക്ട്, ഇത്രയും പ്രൊജക്റ്റുകളാണ് പറയുന്നത്. അതിൽ ചമ്പൽ റിവർ, ഭഗീരഥി റിവർ, ബരാക്കർ റിവർ, ചെനാബ് റിവർ എന്നിവയാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ തെഹരി അണക്കെട്ട് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ആയിരുന്ന അണക്കെട്ടാണ് തെഹരി അണക്കെട്ട്. ഇപ്പോൾ പുതിയ അണക്കെട്ട് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ തെഹരി പ്രൊജക്റ്റാണ് കറൻ്റ് ഏറ്റവും വലിയ ഇതായിട്ട് നിന്നത്. അപ്പോൾ തെഹരി പ്രൊജക്റ്റിൽ ഏത് നദിയിലാണെന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തെഹരി അണക്കെട്ട് വരുന്നത് ഏത് സ്ഥലത്താണെന്നുള്ളത്. തെഹരി അണക്കെട്ട് വരുന്നത് ഏതിലാണ്? ഭഗീരഥി റിവറിലാണ് തെഹരി അണക്കെട്ട് വരുന്നത്. അപ്പോൾ D2 വരുന്നു. D2 വരുന്ന ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. D2 വരുന്ന ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് D2 വരാത്ത ഓപ്ഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എലിമിനേഷൻ മെത്തേഡ് UPSCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് ബൈജൂസ് IASൻ്റെയൊക്കെ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ഉള്ള UPSC ക്ലാസ്സുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. UPSC ചാനൽസിലൊക്കെ നോക്കിയാൽ മതിയാവും. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ പോയി. ഇനി അടുത്തത് ഇതിൽ C ഓപ്ഷൻ നോക്കിയേ, റാണ പ്രതാപ് സാഗർ പ്രൊജക്റ്റ്. റാണ പ്രതാപ് സാഗർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഏത് നദിയിലാണ് വരുന്നത്? ഓക്കെ, ഓപ്ഷൻ D വരുന്നത്, ഓപ്ഷൻ D അല്ല, ഓപ്ഷൻ C വരുന്നത് എവിടെയാണെന്ന് നോക്കുക. റാണ പ്രതാപ് സാഗർ പ്രൊജക്റ്റ് വരുന്നത് ചമ്പൽ നദിയിലാണ് റാണ പ്രതാപ് സാഗർ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ C1 ആണ് വരുന്നത്. റാണ പ്രതാപ് സാഗർ പ്രൊജക്റ്റ് വരുന്നത് ചമ്പൽ നദിയിലാണ്. അപ്പോൾ C1 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. C1 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ്, ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതായിരിക്കും ആൻസർ വരുന്നത് D ആണ്. 3, 4, 1, 2 എന്നുള്ള ആൻസറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ A3, B4, C1, D2. അപ്പോൾ A3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ മൈത്തോൺ പ്രൊജക്റ്റ് വരുന്നത് ബരാക്കർ റിവറാണ്. ഓക്കെ, മൈത്തോൺ പ്രൊജക്റ്റ് വരുന്നത് ബരാക്കർ റിവറാണ്. അതേപോലെ സലാൽ പ്രൊജക്റ്റ് വരുന്നത് ചെനാബ് റിവറിലാണ് സലാൽ പ്രൊജക്റ്റ് വരുന്നത്. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സോൺ, നർമ്മദ ആൻഡ് മഹാനദി ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏത് മലനിരകളിൽ നിന്നാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. സോൺ, നർമ്മദ, മഹാനദി ഏത് മലനിരകളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? പുലാമു ഹിൽസ്, അമർകണ്ടക്, ഈസ്റ്റേൺ ഗാട്സ്, ആരവല്ലി. ഇതിൽ ഏതിൽ നിന്നാണ് സോണും നർമ്മദയും മഹാനദിയും ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. സോണും നർമ്മദയും മഹാനദിയൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് അമർകണ്ടക് മലനിരകളിൽ നിന്നാണ്. അമർകണ്ടക് മലനിരകളിൽ നിന്നാണ് സോണും നർമ്മദയും മഹാനദിയും ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവർ ഫ്ലോസ് ടുവേഴ്സ് ദ വെസ്റ്റ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗംഗ, നർമ്മദ, ഗോദാവരി, യമുന. ഇത്തരം ഓപ്ഷൻസാണ് വന്നിരുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഗംഗ, നർമ്മദ, ഗോദാവരി, യമുന ഇങ്ങനെയുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഗംഗ, നർമ്മദ, ഗോദാവരി, യമുന. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസറായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി നർമ്മദയാണ് വരുന്നത്. ഓക്കെ, നർമ്മദയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ഗംഗ, ഗോദാവരി, യമുനയൊന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നർമ്മദ റിവർ ഒറിജിനേറ്റ്സ് എവിടെയാണ് നർമ്മദ റിവർ തുടങ്ങുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബേദാഘട്ട്, സഹ്ഡോൽ, ഹോസംഗാബാദ്, അമർകണ്ടക്. ഇത്രയും ഓപ്ഷൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നർമ്മദ റിവർ എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. എവിടെയായിരുന്നു? അമർകണ്ടക് മലനിരകളിലാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? അമർകണ്ടക് മലനിരകളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? വിച്ച് ഓഫ് ദീസ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഫ്ലോസ് ബിറ്റ്വീൻ ടു മൗണ്ടൻ റേഞ്ചസ്? രണ്ട് മൗണ്ടൻ റേഞ്ചസിൻ്റെ ഇടയിലായിട്ട് ഫ്ലോ ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ആ പറഞ്ഞിരിക്കുന്ന മൗണ്ടൻ റേഞ്ചസ് എന്നറിയാവോ? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യ, സത്പുര. വിന്ധ്യയും സാത്പുരയുമാണ് ആ പറയുന്ന രണ്ട് മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ മലനിരകൾ എന്ന് പറയുന്നത്. വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ആ രണ്ട് മൗണ്ടൻ റേഞ്ചസിൻ്റെ ഇടയിലൂടെ ഒഴുകുന്നത് നർമ്മദ നദിയാണ്. നർമ്മദ നദിയാണ് വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിക്ട് ഈസ് പാർട്ട് ഓഫ് ദ നർമ്മദ ബേസിൻ? നർമ്മദ നദീതടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ പറയുന്ന രാജനന്ദഗോവൻ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റാണ് നർമ്മദ താഴ്വരയുടെ അല്ലെങ്കിൽ നർമ്മദ തടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിസ്ട്രിക്ട്. രാജനന്ദഗോവനാണ് നർമ്മദ നദീതടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് നർമ്മദ വാലി? നർമ്മദ നദീതടത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നർമ്മദ നദീതടം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. വോൾക്കാനിക് ഒറിജിനാണോ, സ്ട്രക്ചറിലാണോ, ഗ്ലേഷ്യലാണോ, എയോലിയൻ ഒറിജിനാണോ? വോൾക്കാനയിൽ നിന്നാണോ ഉണ്ടായത്, സ്ട്രക്ചറിലൊക്കെ ആയിട്ടാണോ ഉണ്ടായതെന്നൊക്കെ ചോദിച്ചേക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഒറിജിൻ. അതായത് നർമ്മദ വന്നിരിക്കുന്നത് ഫോൾഡിങ് നമ്മുടെ ഫോൾഡിങ്ങിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. വോൾക്കാനിക് ഒറിജിനും ഗ്ലേഷ്യൽ ഒറിജിനും ഒന്നുമല്ല വരുന്നത്, സ്ട്രക്ചറൽ ഒറിജിനാണ്. അതായത് നമ്മുടെ ഫോൾഡിങ്ങിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിട്ടാണ് നർമ്മദ വാലി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നർമ്മദ വാലി വന്നിരിക്കുന്നത് സ്ട്രക്ചറൽ ഒറിജിൻ, അതുണ്ടായിരിക്കുന്നത് സ്ട്രക്ചറലായിട്ടാണ്. ഫോൾഡിങ്ങിൻ്റെയൊക്കെ ഫലമായിട്ട് ആണ് നമ്മുടെ നർമ്മദ വാലി ഉണ്ടായിരിക്കുന്നത്. അടുത്തത് ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഫ്ലോസ് ബിറ്റ്വീൻ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ചസ്? നമ്മൾ നേരത്തെ ചെയ്തതാണ്. രണ്ട് മൗണ്ടൻ റേഞ്ചസിൻ്റെ ഇടയിലൂടെ ഒഴുകിയ നദി ഏതാണെന്ന് ചോദിച്ചിരുന്നത്. ഫ്ലോയിങ് ബിറ്റ്വീൻ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ചസ്. അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? നർമ്മദ റിവറാണ്. ഓക്കെ, നർമ്മദ റിവറാണ് വിന്ധ്യ സത്പുര റേഞ്ചസിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യലിൽ നമുക്ക് ലാസ്റ്റായിട്ട് വരുന്ന പാർട്ടിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് നർമ്മദ ബേസിൻ? അപ്പോൾ നർമ്മദ ബേസിൻ്റെ ഭാഗമായി വരാത്ത സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. നർമ്മദ ബേസിൻ്റെ ഭാഗമായി വരാത്ത സ്റ്റേറ്റ് അത് ഏതാണ്? നർമ്മദ ബേസിൻ്റെ ഭാഗമായിട്ട് നർമ്മദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് ഒഴുകുന്നതാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയല്ലേ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന, ഇന്ത്യയിലിപ്പോൾ മാപ്പിങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ അല്ലേ? അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് വരച്ച് കാണിച്ചുള്ളൂ. നർമ്മദയുടെ ഒറിജിനൽ പൊസിഷനല്ല ഞാൻ വരച്ചത്. പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് എങ്കിൽ അത് അറബിക്കടലിൽ പതിക്കുകയും വേണമല്ലോ. നർമ്മദ അറബിക്കടലിലാണ് പതിക്കുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുകയും വേണം, അറബിക്കടലിൽ പതിക്കുകയും വേണം. ഇത് പോസിബിൾ അല്ലാത്ത ഏത് സ്റ്റേറ്റിലാണ്? ഓക്കെ, എലിമിനേഷനിലൂടെ ചെയ്യാം. മധ്യപ്രദേശിൽ പടിഞ്ഞാറോട്ട് ഒഴുകി അത് അറബിക്കടലിൽ പതിക്കാൻ പറ്റും.
മധ്യപ്രദേശ് അങ്ങനെ ഒരു സ്ഥാനത്താണ് അത് നിൽക്കുന്നത് അല്ലേ. പക്ഷേ ഓപ്ഷൻ സി ഗുജറാത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ലൂടെ അറബിക്കടൽ പ്രവേശിക്കാൻ പറ്റും. ഗുജറാത്തിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറോട്ട് കൂടി അറബിക്കടൽ, ഗുജറാത്ത് ഇത്രയും ഭാഗം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പടിഞ്ഞോട്ട് പോയി അറബിക്കടലിലെത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷനും വേണമെങ്കിൽ വരാം. മഹാരാഷ്ട്ര നിങ്ങൾ നോക്കിയാൽ മഹാരാഷ്ട്രയുടെ പടിഞ്ഞോട്ട് പോയി കഴിഞ്ഞാലും, മഹാരാഷ്ട്ര ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്, മഹാരാഷ്ട്രയുടെ പടിഞ്ഞോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അറബിക്കടലിലെത്താൻ സാധിക്കും. പക്ഷേ രാജസ്ഥാൻ്റെ ഓപ്ഷൻ നോക്കുക. രാജസ്ഥാൻ്റെ പടിഞ്ഞോട്ട് എങ്ങും അറബിക്കടലിലോട്ട് പോകാൻ പറ്റിയൊരു ഓപ്ഷൻ ഇല്ല. കൂട്ടത്തിൽ ലോജിക്കലി രാജസ്ഥാൻ മാത്രമാണ് അറബിക്കടലിൽ ചെന്ന് പതിക്കാൻ സാധ്യതയില്ലാത്തൊരു സംസ്ഥാനമായിട്ട് വരുന്നത് അല്ലേ. ഒരു റൂട്ട് കുറവ് വരുന്നത് അറബിക്കടലിലോട്ട് പടിഞ്ഞാറോട്ട് ഒഴുകാനുള്ള റൂട്ട് കുറവ് വരുന്നത് രാജസ്ഥാൻ മാത്രമാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആൻസറും വരുന്നത്. റിവർ തവ ഇസ് എ ട്രിബ്യൂട്ടറി. എന്തിൻ്റെ ട്രിബ്യൂട്ടറി ആണ് റിവർ തവ എന്ന് ചോദിച്ചേക്കുന്നത്? ക്വസ്റ്റ്യൻ വരുന്നത് റിവർ തവ ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് എന്തിൻ്റെ പോഷകനദിയാണ് തവ നദി എന്ന് ചോദിച്ചേക്കുന്നത്? താപ്തി, നർമ്മദ, പാർവതി, മഹാനദി. എന്തിൻ്റെ പോഷകനദിയാണ് തവ നദി എന്ന് ചോദിച്ചേക്കുന്നത്? അതിൽ നർമ്മദയുടെ പോഷകനദിയാണ് തവ നദി വരുന്നത്. നർമ്മദ നദിയുടെ പോഷകനദിയായിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് പാസസ് ത്രൂ എ റിഫ്റ്റ് വാലി? റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേറ്റ്സിൻ്റെ ചലനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് റിഫ്റ്റ് താഴ്വര. ഓക്കെ, പ്ലേറ്റ്സിൻ്റെ ചലനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് റിഫ്റ്റ് താഴ്വര. അപ്പോൾ റിഫ്റ്റ് താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് താപ്തി നദിയാണ്. താപ്തി നദിയാണ് റിഫ്റ്റ് താഴ്വരയിലൂടെ ഒഴുകുന്ന നദി. അപ്പോൾ ഈ താപ്തി നദി അറബിക്കടലിലോട്ടാണ് പതിക്കുന്നത്, റിഫ്റ്റ് താഴ്വരയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഫാൾ ഇൻ ടു അറേബ്യൻ സീ? അറബിക്കടൽ പതിക്കും. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അറബിക്കടലിൽ പതിക്കുന്ന നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപ്തി നദി അറബിക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. താപ്തി നദി പതിക്കുന്നത് അറബിക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് 3 റിവേഴ്സ് ഓഫ് ദ പെനിൻസുലർ ഇന്ത്യ ഹാവ് ദ അമർകണ്ടക് റീജിയൻ ആസ് എ സോഴ്സ്? അമർകണ്ടക് മലനിരകൾ സോഴ്സ് ആയിട്ടുള്ള നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അമർകണ്ടക് മലനിരകളിലൂടെ നിന്ന് ഉത്ഭവിക്കുന്നത് സോൺ, മഹാനദി, നർമ്മദ എന്നിവയാണ് അമർകണ്ടക് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കണ്ടൻസ് നമ്മൾ ഇനിയും വരും. അപ്പോൾ ചാനൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നമ്മൾ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ടോപ്പിക് വൈസും ക്വസ്റ്റ്യൻ വൈസുമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ നിങ്ങൾ ഈ നമ്പറിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ 8078164931. അപ്പോൾ LSGS അതേപോലെ SI മെയിൻസ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കോഴ്സുകളും കാര്യങ്ങളിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഇതേപോലെ മറ്റൊരു വീഡിയോയിലായിട്ട് കാണുന്നതുവരെ ബൈ.